ഞാൻ പറഞ്ഞു വന്നത്, ആ ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നോട്, സുരേഷ്, വേദപുസ്തകത്തിൽ ഏതൊക്കെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ ആ മുഴുവൻ ഇൻസ്ട്രുമെൻറ്റ്സോടൊപ്പം എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? മനസ്സിലായോ? വേദപുസ്തകത്തിൽ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടോ ആ ഇൻസ്ട്രുമെൻറ്റ്സോടെ ഞാൻ ദൈവത്തെ ആരാധിക്കണം. കാരണം കർത്താവ് ഇറങ്ങി വരുന്നത് ആരാധനയിൽ മാത്രമാണ്. ദൈവം ഇറങ്ങി വരുന്നത്, ദൈവം പ്രസാദിക്കുന്നത് ആരാധനയിലാണ്. അല്ലെ പണമുള്ളത് കൊണ്ടോ ഗ്ലാമർ ഉള്ളത് കൊണ്ടോ ഞാൻ ഏതാണ്ടൊക്കെ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ടോ ദൈവം തിരിഞ്ഞു നോക്കത്തില്ല. കർത്താവ് തിരിഞ്ഞു നോക്കുന്ന രണ്ട് കാര്യം: ഒന്ന് നിലവിളി, ഒന്ന് പ്രാർത്ഥനയാകുന്ന നിലവിളി. അല്ലെ, ബർത്തിമായിയുടെ നിലവിളിക്ക് അപ്പച്ചൻ തിരിഞ്ഞു നിന്നില്ല. നമ്പർ 1. 2, ആരാധന. ഇതിന് മാത്രമാണ് കർത്താവ് തിരിഞ്ഞു നോക്കുന്നത്. സഭയെ ദൈവം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന 2 ശബ്ദങ്ങളേ ഉള്ളൂ. ഒന്ന് ആരാധനയും മറ്റൊന്ന് പ്രാർത്ഥനയും. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സെൽഫിഷ് അല്ല, സ്തോത്രം, അതെ, സെൽഫിഷ് അല്ല, പകരം യഥാർത്ഥ മധ്യസ്ഥത. എന്തുകൊണ്ട് ഞാനത് എടുത്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ പരീശന്റെ പ്രാർത്ഥനയാകല്ല, പകരം ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാകണം. എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന്റെ പ്രാർത്ഥന. എല്ലാവരും പറഞ്ഞ എന്തോ പ്രാർത്ഥന? മാനസാന്തരത്തിന്റെ പ്രാർത്ഥന. ക്രൂശിലെ കള്ളൻ സ്വർഗത്തിലെത്തിയത് എന്തുകൊണ്ടാണ്? ഗോവേണി ഇറക്കിയത് വെച്ചോണ്ട്. ക്രൂശിലെ കള്ളൻ സ്വർഗത്തിലെത്തിയത് എങ്ങനെയാ? കർത്താവിന്റെ ചെറുകിലിരുന്നല്ല പോയത്, മനസ്സാന്തരപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ക്രൂശിലെ കള്ളൻ സ്വർഗത്തിലെത്തിയത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട, സ്തോത്രം, ദാവീദ് റിസ്റ്റോർ ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാ? മനസ്സാന്തരപ്പെട്ടത് കൊണ്ടാണ്. സ്തോത്രം, അത്രയും കുറ്റങ്ങളും കുറവുള്ള ദാവീദ് റിസ്റ്റോർ ചെയ്യപ്പെട്ടെ. 3 പ്രാവശ്യം ഞാനവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ പത്രോസ് റിസ്റ്റോർ ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? പറ, ശബ്ദം ഉയർത്തി പറ എല്ലാവരും. സ്തോത്രം, അതെ, മാനസാന്തരപ്പെട്ടുകൊണ്ട്. സഭയെ പെർസിക്യൂട്ട് ചെയ്തതായ, സഭയെ ഉപദ്രവിച്ച ശൗല് വെളിപ്പാടിൻ്റെ അപ്പോസ്തലനായി തീർന്നത് എന്തുകൊണ്ടാണ്? മാനസാന്തരപ്പെട്ടു. അപ്പം ജീവിതം നന്നാകണമെങ്കിൽ വേറെ ഒരു വഴിയുമില്ല. ജീവിതം നന്നാകണമെങ്കിൽ വെള്ള പൂശിയത് കൊണ്ടോ, തുള്ളിച്ചാടിയത് കൊണ്ടോ, ബഹളം ഉണ്ടാക്കിയത് കൊണ്ടോ, പ്രകടനങ്ങൾ നടത്തിയത് കൊണ്ടോ അത് മുഴുവൻ കാപട്യമായി മാറി നിൽക്കുമ്പോൾ, നമ്മുടെ നീതി പ്രവൃത്തി ദൈവത്തിൻ്റെ മുൻപിൽ കറപുരണ്ട തുണി പോലെ ആയിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട, ദാറ്റ് ഈസ് ചേഞ്ച് ഓഫ് മൈൻഡ്. ചേഞ്ച് ഓഫ് മൈൻഡ്. അപ്പോൾ ഇന്നലത്തെ മൈൻഡ് അല്ല, ഇന്നത്തെ മൈൻഡ് അല്ല, നാളെ. അപ്പോൾ ആ മൈൻഡ് മാറുമ്പോഴാണ് എൻ്റെ സിസ്റ്റം മാറുന്നത്, എൻ്റെ ജീവിത ചര്യ മാറുന്നത്. മനസ്സിലാട്ടെ, മനസ്സ് മാറാതെ എൻ്റെ പ്രവൃത്തി മാറുന്നില്ല, മനസ്സ് മാറാതെ എൻ്റെ വാക്ക് മാറുന്നില്ല. ഇറ്റ്സ് എ പ്രോസസ്. അതാണ് പറഞ്ഞത്.